ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കുളിക്കുന്നതിനിടെ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന 18-കാരന് രക്ഷകനായി 16-കാരൻ. മാനന്തേരി ഞാലിൽ സ്വദേശിയായ റിജുൽ മനോജാണ് മാനന്തേരി അങ്ങാടിക്കുളത്തിൽ മുങ്ങിത്താഴ്ന്ന ഞാലിൽ സ്വദേശി ഇജിലാന് രക്ഷകനായത്. സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവൻ രക്ഷിച്ച റിജുലിന് അഭിനന്ദന പ്രവാഹമാണ്. ഇജിലാൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം മാനന്തേരി അങ്ങാടിക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റിജുൽ. ഇതിനിടെയാണ് ഇജിലാനും സുഹൃത്തും ഇവിടെ കുളിക്കാനെത്തിയത്. കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കാല് കുളത്തിലെ ചെളിയിൽ പൂണ്ട് ഇജിലാൻ മുങ്ങിപ്പോവുകയായിരുന്നു. സുഹൃത്തിന്റെ കരച്ചിൽ കേട്ടാണ് ഇജിലാൻ മുങ്ങിത്താഴ്ന്ന കാര്യം റിജുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ മറ്റൊന്നും നോക്കാതെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ആദ്യം ഒരു തവണ പരാജയപ്പെട്ടെങ്കിലും പിന്മാറാതെ കൂടുതൽ തയ്യാറെടുപ്പോടെ രണ്ടാമത് നടത്തിയ ശ്രമത്തിലാണ് ഇജിലാനെ കുളത്തിന് പുറത്തെത്തിക്കാനായത്. ആദ്യം ജിമ്മിൽ വരുന്നുണ്ട്, അങ്ങനെ സത്ര കുറച്ച് പിള്ളേർ വെക്കുന്നുണ്ട്. ഇത് തുറന്നിട്ടില്ല ഈ ജിമ്മ്. ഞാൻ പറഞ്ഞു പിള്ളേരോട് നമുക്കിന്ന് കുളിക്കാൻ പോയി. അങ്ങനെ കുളിക്കാൻ വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടാളും വന്നു. രണ്ടാളിങ്ങനെ മുങ്ങി എന്ന തമാശക്കാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പിന്നെ ചങ്ങായി ഇങ്ങനെ പറഞ്ഞു ഇവ ഇങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒന്ന് ഇറങ്ങി നോക്കി. രണ്ടാമത്തേല് നല്ല ശ്വാസം എടുത്തിട്ട് എടുത്തു. അപ്പൊ എന്നെ കണ്ടത് അടിയിലേക്ക് പോയപ്പോ അടിയൊക്കെ അവന്റെ കൈ മാത്രം കണ്ടു. ഞാൻ അങ്ങനെ കൈ അങ്ങ് പിടിച്ച് കുറെ സമയം എടുത്തിന്. ഓനെ ചളിയില് കൊണ്ടുപോയിട്ടുണ്ട്. ബോധോ നേരെ ഇതാക്കുമ്പോ വയറ്റിന് പിന്നെ ശ്വാസം ഇതെല്ലാം കൊടുത്തു. എല്ലാരും വന്നു. രണ്ട് ഏട്ടനും ഒരു പീടിയില് വണ്ടി കുറെ വണ്ടിക്ക് കൈ നിർത്തി. ആരും നിർത്തിയിട്ടൊന്നുമില്ല. ഈ ലാസ്റ്റ് ഫാമിലി കുറെ നിർത്തി. കുറെ തന്നെ ഹോസ്പിറ്റലിൽ നിർത്തി. നാട്ടുകാരും ചേർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി ഇജിലാനെ ആദ്യം കൂത്തുപറമ്പിലെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മനോജ് കോട്ടായി, നീതു ദമ്പതികളുടെ മകനും ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പരീക്ഷ വിജയിച്ച് +1 പ്രവേശനം കാത്തുനിൽക്കുകയും ചെയ്യുന്ന റിജുൽ ചെറുപ്പത്തിൽ അച്ഛനൊപ്പം എത്തി ഈ കുളത്തിൽ നിന്നാണ് നീന്തൽ പഠിച്ചത്. മകൻ ഒരു ജീവൻ രക്ഷിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അച്ഛൻ മനോജ് പറഞ്ഞു. ഇവിടുന്ന് തന്നെയാണ് ഞാൻ നീന്തം പഠിപ്പിച്ചത്. ചെറുപ്പത്തിലെ 2ാം ക്ലാസ്സിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് ഈ കുളത്തിൽ കൊണ്ടുപോയി ചാടുകയായിരുന്നു. അങ്ങനെ നീന്തം പഠിച്ചു, നല്ല രീതിയിൽ പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഈ സാഹസികം ചെയ്തിട്ടുണ്ടാവുക. ഈ കുളത്തിന് നല്ല പരിചയമുണ്ട്. ചെറുപ്പം മുതലേ എല്ലാ പരിചയമാണ്. അഭിമാനം തോന്നുന്നു. വിവരം പുറത്തറിഞ്ഞത് മുതൽ റിജുലിന് അഭിനന്ദന പ്രവാഹമാണ്. സത്ര ജിമ്മിൽ വന്നപ്പോൾ ജിമ്മിൽ നിന്ന് തുറക്കാത്തത് കൊണ്ട് ഈ കുളത്തിൽ വന്ന് കുളിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ കുട്ടി ഈ മുങ്ങിത്താണ് എന്ന് പറയുന്നത്. ഉടൻ തന്നെ ആ കുളത്തിലേക്ക് ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി അടിയിൽ പോയപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് രണ്ടാമതും പിന്നെ ശ്വാസാല എടുത്ത് തയ്യാറെടുത്ത് കുളത്തിൻ്റെ അടിയിൽ പോയി പിന്നെ ഈ കുട്ടിയെ ചളിയിൽ അമർന്നിട്ടുള്ള കുട്ടിയെ പിന്നെ കൈയാണ് കെട്ടിയില്ല, ആ കൈ പിടിച്ച് മേലോട്ട് വന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ആ കുട്ടി പിന്നീട് ഉടൻ തന്നെ കണ്ണൂരിലെ മിംസ് ഹോസ്പിറ്റലിലെത്തി. ഇന്നലെ മനസ്സിലാക്കുന്നത് പിന്നെ വെന്റിലേറ്ററിലായിരുന്നു ആ കുട്ടി. ഇന്നിപ്പോൾ ICUലേക്ക് മാറ്റി വിവരം കിട്ടിയിട്ടുള്ളത്. എന്തായാലും അതിസാഹസ്യമായിട്ടാണ് റിജു ആ ഒരു ജീവൻ രക്ഷിച്ചത്. പിന്നെ തൻ്റെ സ്വന്തം ജീവൻ പോലും പിന്നെ വകവെക്കാതെ SSLC കഴിഞ്ഞ് +2 അഡ്മിഷന് വേണ്ടി കാത്തു നിൽക്കുന്ന റിജു ചെയ്തിട്ടുള്ളത് അതിസാഹസ്യമായിട്ടുള്ള പിന്നെ ഒരു ഇടപെടലാണ് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. എല്ലാ രീതിയിലും റിജുവിനെ നമ്മൾ അഭിനന്ദനം പിന്നെ അറിയിക്കുകയാണ്. പിന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് പിന്നെ നമുക്കെല്ലാം പിന്നെ ഓർക്കാനുള്ളത്. അത്രയും സാഹസികമാണ് ഇക്കാര്യത്തിൽ റിജു ചെയ്തിട്ടുള്ളത്. റിധന്യ റിജുലിന്റെ സഹോദരിയാണ്. മഴക്കാലത്ത് ഇത്തരം കുളങ്ങളിൽ ഉൾപ്പെടെ കുളിക്കാനിറങ്ങുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഒരു മഴക്കാലത്ത് ഇതേപോലുള്ള കുളങ്ങളിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഇത്തരം അപകടത്തിൽ പോയി ചാടുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 കുട്ടികളാണ് ഇന്നലെ അവർ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശരിക്കും നീന്തൽ പഠിച്ചിട്ടില്ല. നീന്തൽ പഠിക്കാതെ വന്ന് ഇത്തരം സ്ഥലങ്ങളിൽ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വന്ന് കുളിക്കുമ്പോൾ അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ശ്രദ്ധ വരുന്ന ആളുകളിലും പിന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പിന്നെ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ഇത്തരം രീതിയിൽ അപകടം ഒഴിവാക്കാൻ. നീന്തൽ അറിഞ്ഞ ആൾ പോലും ചിലപ്പോൾ അപകടത്തിൽപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ സാധ്യതയുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. അതൊരു ശ്രദ്ധയും കൂടി ഉണ്ടാവണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇജിലാൻ സുഖം പ്രാപിച്ചു വരികയാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.